ദേശമംഗലം രാമകൃഷ്ണൻ സാറിനെ ഞാൻ ആദ്യമായി ഇവിടെ വെച്ച് 10 മിനിറ്റ് മുന്നെയാണ് കാണുന്നത്. വെറും ഒരു വട്ടം 2 വട്ടം മാത്രം ഫോൺ ചെയ്ത അനുഭവം മാത്രമേ ഉള്ളൂ. അതുപോലെ 1-2 വട്ടം ചെറിയ ചില മെസ്സേജുകൾ അയച്ച അനുഭവം. എന്നിട്ടും അദ്ദേഹം ഇതിനു വേണ്ടി എറണാകുളത്തു നിന്ന് വന്നു. ഈ പുസ്തകത്തിനൊരു അവതാരിക തിരക്കിനിടയിൽ എഴുതി തന്നു. അത് പല നന്ദിയുണ്ട്. പിന്നെ ആ വാക്ക് ആദ്യം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന EP രാമേന്ദ്രൻ മാഷി, അഷ്ടമൂർത്തി, ബാക്കിയെല്ലാം ഗിരീഷ്, കാരയിൽ ശശി, അദ്ദേഹമാണ് സാറിനെ ഈ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നെ എനിക്ക് വാഗ്ദത്തം ചെയ്യുന്ന ആളാണ് ശശി. എല്ലാവർക്കും വലിയ നന്ദി. ഇതിനെപ്പറ്റി ആദ്യം തന്നെ ഞാൻ ഒരുപാട് കാലമായിട്ട് മറന്നു പോയിട്ട് വീണ്ടും എഴുത്തിലേക്ക് സൂചിപ്പിച്ചതാണ്. ഗിരീഷ്, നമ്മുടെ വേലായുധൻ, വിവേകൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സത്യമായിട്ട് നിന്റെ കഥ ഇപ്പോഴത്തെ ഈ നോവല് ഞാൻ ആർക്കും ഇതിനു മുന്നേ വായിക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ വേദിയിൽ ഇരിക്കണ ഏതെങ്കിലും ഒരാൾ ആ നോവലിൽ ഉണ്ടാവുള്ളൂ. 100%. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല. എനിക്കറിയാം അപ്പം തന്നെ കാണാണ്ട് ഒരു 10 ആളെങ്കിലും എന്റെ പുസ്തകത്തിൽ നിൽക്കും. ഓൾറെഡി അവരുടെ പേരുകൾ തന്നെ. ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടായി തോന്നുന്നു ക്ഷമിക്കണം. വേറെ പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കും. ഗിരീഷ് നമ്മളോട് സംസാരിക്കും. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, നമ്മുടെ പുസ്തക പ്രകാശനത്തിനെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ദേശമംഗലം രാമകൃഷ്ണൻ സാർ, അഷ്ടമൂർത്തി സാർ, PP രാമേന്ദ്രൻ സാർ, ഉഷ ചേച്ചി, ശ്രീജി ചേച്ചി, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശശിയേട്ടൻ, എല്ലാവർക്കും ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും ബഹുമാനവും ആദരവും ഞാൻ അറിയിക്കുന്നു. വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. കാരണം ആറങ്ങോട്ടുകര മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭ, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുസ്തകമാണ്. അപ്പോൾ ആദ്യത്തെ പുസ്തകം നമ്മൾ വളരെ പാഠശാല നടത്തിയിട്ടുള്ള ആ രീതി തന്നെ ഇവിടെ ഒരു സമൂഹ നോമ്പുതുറ ഒരുക്കി അത്രയും വലിയ ഒരു മഹാസംഭവമാക്കി ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവാണ് അത് നടത്തിയത്. ഇപ്പൊ രാമകൃഷ്ണൻ സാറ് പറഞ്ഞു, ആറങ്ങോട്ടുകര മുഹമ്മദ് ഖാനെ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് കാണുന്നത്. പക്ഷെ അവര് തമ്മിൽ എത്രയോ അടുത്ത ബന്ധങ്ങളുണ്ട്. കാരണം അതിന്റെ ഇടയിൽ ഞാനും ഉണ്ട്. കാരണം ആറങ്ങോട്ടുകര മുഹമ്മദ് ഖാന്റെ കയ്യിൽ നിന്ന് ആ കഥകൾ വാങ്ങി ഞാൻ രാമകൃഷ്ണൻ സാറിന് അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുത്ത് പറയാണ്, സാറേ ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെയാണ്, അത് നമുക്ക് പ്രസിദ്ധീകരിക്കണം, അതിനൊരു അവതാരിക എഴുതണം. 2 മാസം കഴിഞ്ഞപ്പോൾ ആ അവതാരിക വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എന്താ എത്ര പെട്ടെന്ന്? അപ്പൊ സാറ് പറഞ്ഞ കാര്യം ഇതാണ്, ഒരുപാട് അവതാരികകൾ എഴുതാൻ വേണ്ടി ഞാൻ പലരുടെയും കയ്യിൽ കൊടുത്തു. എന്നിട്ട് വർഷങ്ങൾ കാത്തിരുന്നു, ആരുടെയും കയ്യിൽ നിന്ന് കിട്ടാറില്ല. അങ്ങനെ അതിനൊക്കെയുള്ള മറുപടികളാണ് എൻ്റെ ഓരോ അവതാരികളും. അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതേപോലെ ഞാന് നമ്മുടെ പരമേട്ടന്റെ കവിതാ സമാഹാരത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് അവതാരിക എഴുതാൻ വേണ്ടി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. എന്റെ പുസ്തകത്തിന് അവതാരിക എഴുതണം എന്ന് പറഞ്ഞിട്ട് ദേശമംഗലം രാമകൃഷ്ണൻ സാറിനോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാം സന്തോഷത്തോടുകൂടി ഇവിടുത്തെ സാഹിത്യം വളരെയധികം പങ്കെടുത്തു എന്ന് പറയുന്നത് നമ്മുടെ ഈ സാഹിത്യ കൂട്ടായ്മ അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ്. കാരണം ഈ സാഹിത്യം വളരണം, ഈ എഴുത്ത് വളരണം, ഈ ചിന്തകൾ വളരണം എന്ന് അദ്ദേഹം മനസ്സിലാക്കും. ഒരുപക്ഷെ ആറങ്ങോട്ടുകര മുഹമ്മദ് ഖാന്റെ ആ പുസ്തകത്തില് ആ ഭാഗത്തെ മുഴുവൻ ചരിത്ര സംഭവങ്ങളാണ്. മയിലാടിപ്പാറയില് നേരെ തിരിച്ച് ആറങ്ങോട്ടുകര ഈ ഭാഗത്തുള്ള സംഭവങ്ങളാണ്. മയിലാടിപ്പാറയില് 1964 മുതൽ
അതായത് നെഹ്റു മരിച്ച അന്നാണ് കഥ തുടങ്ങുന്നത്. ഇന്ദിരാഗാന്ധി മരിക്കുന്ന അന്ന് 1984 വരെയുള്ള ആറങ്ങോട്ടുകരയുടെ പ്രാദേശിക ചരിത്രമാണ് മയിലാടിപ്പാറ എന്ന കഥ. മയിലാടിപ്പാറ സുധയും സുലൈമാന്റെയും തീവ്രമായ പ്രണയത്തിന്റെ കഥയാണ്. അന്നും മയിലുകളൊന്നും ഇന്നത്തെ പോലെ ഇല്ല. പരിസ്ഥിതി ഇങ്ങനെയല്ല, പ്രകൃതി ഇങ്ങനെയല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിതീവ്രമായിട്ട് എഴുതിയൊരു കഥയാണ് മയിലാടിപ്പാറ.